എങ്ങനെയാണ് ഇന്നർ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടാവുക? നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു പല ഏരിയകളിലും വിജയിച്ച ആളുകളിൽ ഇന്നർ മോട്ടിവേഷൻ കൂടുതലാണ് എന്ന്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കണ്ടെത്തുന്ന ഒന്നാവണമെന്നില്ല. ചിലപ്പോഴൊക്കെ അത് നമ്മളെ വളർത്തി കൊണ്ടുവരേണ്ട ഒന്നാവും. നമ്മുടെ ജോലി, പഠനം, സ്വപ്നങ്ങളൊക്കെ നമ്മോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അത് നമുക്ക് ഒരു മോട്ടിവേഷൻ നൽകുന്നതും നമുക്ക് അതിനു വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്നതും. അപ്പോൾ ഒരു കാര്യം നമ്മളോട് ചേർന്ന് നിൽക്കുന്നത് എപ്പോഴായിരിക്കും? നമുക്ക് ഒരു കാര്യം ഇഷ്ടമുള്ളതാവുമ്പോഴാണ്. ഇനി അഥവാ നമുക്കത് ഇഷ്ടമില്ലെങ്കിൽ ചില വിഷയങ്ങൾ നമുക്കിഷ്ടം ഉണ്ടാവില്ല. പക്ഷേ നമുക്കത് പഠിക്കേണ്ടത് അത്യാവശ്യമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുക. അതെങ്ങനെയാണ് നമ്മളെ പേഴ്സണൽ ലൈഫായിട്ട് കണക്ട് ചെയ്യുന്നത്, അതുപോലെ നമ്മളെ ഫ്യൂച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ അതിനോട് നമുക്കൊരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിഷ്ടമുള്ളൊരു കാര്യമാണെങ്കിൽ, നമുക്ക് ഇൻട്രസ്റ്റിംഗ് തോന്നുന്ന ഒരു കാര്യമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ക്യൂരിയോസിറ്റി ഉണ്ടാകുമ്പോൾ അതിൽ കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടും അതിൽ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ആഗ്രഹിക്കും. ആ ക്യൂരിയോസിറ്റിയും നമ്മളിലുള്ള ഇൻട്രസ്റ്റുമാണ് നമുക്ക് പാഷൻ എന്ന് പറയുന്ന ഒന്ന് തരുന്നത്. പാഷനേറ്റ് ആയാൽ പിന്നെ പറയണ്ടല്ലോ. നമുക്ക് കിട്ടുന്ന എക്സ്റ്റേണൽ റിവാർഡ്സിനപ്പുറമായിട്ട് നമ്മളെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു പേർപ്പസ് നമ്മളിലുണ്ടാവും. ആ പേർപ്പസ് കൂടി ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ മോട്ടിവേഷനിലൂടെ കിട്ടുന്ന ഒന്നാണ്. പിന്നെ ഒരു കാര്യമുണ്ട്. നമ്മൾ മോട്ടിവേറ്റഡ് ആവുക എന്നതിനപ്പുറമായിട്ട് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നതിനെ നമ്മൾ പ്രവൃത്തിയിലേക്കും കൊണ്ടുവരിക എന്നതിലാണ് ഏറ്റവും വലിയ കാര്യം ഇരിക്കുന്നത്.